ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1994 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ റിലീസ് സെന്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 10 ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നീ സൂപ്പർ താരങ്ങളെ കൂടാതെ രണ്ടാം നിര ചിത്രങ്ങളും 94 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 10 ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 1994 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നമ്പർ 10 മമ്മൂട്ടി നായകനായി എത്തിയ സൈന്യം. സെപ്റ്റംബർ 16-ാം തീയതി ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ആക്ഷൻ എന്റർടൈനർ ചിത്രം ജോഷിയായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 29 സെന്ററുകളിലാണ് സൈന്യം റിലീസ് ചെയ്തത്. സൂപ്പർ ഹിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഈ ചിത്രം വമ്പൻ ഇനീഷ്യൽ നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള വാരങ്ങളിൽ കളക്ഷൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഓണം സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു സൈന്യം. ഈ ചിത്രം 65 ദിവസമാണ് റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ചത്. എറണാകുളം സരിത കോംപ്ലക്സിലായിരുന്നു ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. 94 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളിൽ നമ്പർ 9 സുഹൃതം. ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 23-ാം തീയതിയായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയിരുന്നത്. ഹരികുമാർ സംവിധാനം ചെയ്ത് MT വാസുദേവൻ നായർ രചന നിർവഹിച്ച സുഹൃതം 20 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുടെ മികച്ച അഭിനയം കൊണ്ട് ക്ലാസ് ചിത്രം എന്ന പേര് നേടിയ സുഹൃതം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. സുഹൃതം റിലീസ് സെന്ററുകളിൽ 75 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം കൈരളി കോംപ്ലക്സിലും കോഴിക്കോട് കൈരളി കോംപ്ലക്സിലുമാണ് ഈ ചിത്രം 75 ദിവസം പൂർത്തിയാക്കിയത്. 94 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളിൽ നമ്പർ 8 മോഹൻലാൽ നായകനായി എത്തിയ മിന്നാരം. ഓണത്തിനോടനുബന്ധിച്ച് തന്നെ സെപ്റ്റംബർ 16-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡി, ഫാമിലി സെന്റിമെന്റ്സ് കാറ്റഗറിയിലുള്ള മിന്നാരം മികച്ച ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നതെങ്കിലും ഹൈപ്പിനൊത്ത കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിനായില്ല. എന്നിരുന്നാലും ഓണം സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു മിന്നാരം. 30 സെന്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ധന്യ രമ്യ കോംപ്ലക്സിൽ 77 ദിവസമായിരുന്നു മിന്നാരം പ്രദർശിപ്പിച്ചത്. 94 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളിൽ നമ്പർ 7 മമ്മൂട്ടി നായകനായി എത്തിയ സാഗരം സാക്ഷി. ഒക്ടോബർ 21-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മമ്മൂട്ടി മികച്ച അഭിനയ സാധ്യതയുള്ള വേഷം കൈകാര്യം ചെയ്ത സാഗരം സാക്ഷി 24 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ഈ ചിത്രം ലോഹിതദാസിന്റെ തിരക്കഥയിലൊരുങ്ങിയ ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത സാഗരം സാക്ഷി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആയിരുന്നു നേടിയെടുത്തത്. ഈ ചിത്രം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 77 ദിവസമായിരുന്നു സാഗരം സാക്ഷി പ്രദർശിപ്പിച്ചത്. 94 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളിൽ നമ്പർ 6 ഹരിദാസ് സംവിധാനം ചെയ്ത ലോ ബഡ്ജറ്റ് കോമഡി എന്റർടൈനർ കിന്നരിപ്പുഴയോരം. ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 16-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ ശ്രീനിവാസനും സിദ്ദിഖുമായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അനുഗ്രഹ സിനിയാർട്സ് നിർമ്മിച്ച ഈ ചിത്രം 12 സെന്ററുകളിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. നല്ല ചിത്രമെന്ന അഭിപ്രായം നേടിയ കിന്നരിപ്പുഴയോരം ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. ഈ ചിത്രം 78 ദിവസമാണ് കേരളത്തിലെ റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 49 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലാണ് 78 ദിവസം കംപ്ലീറ്റ് ചെയ്തത്. 94 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 5-ാമത്തെ ചിത്രമാണ് മുകേഷ് നായകനായി എത്തിയ മലപ്പുറം ഹാജി മഹാനായ ജോജി. ജൂൺ 24-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഒരു എന്റർടൈനർ ചിത്രമായതുകൊണ്ട് തന്നെ വമ്പൻ വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച മലപ്പുറം ഹാജി മഹാനായ ജോജി പാലക്കാട് അരോമ തിയേറ്ററിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. 19 സെന്ററുകളിൽ റിലീസ് ചെയ്ത മലപ്പുറം ഹാജി മഹാനായ ജോജി തിരുവനന്തപുരത്ത് 75 ദിവസം പ്രദർശിപ്പിച്ചു. 1994 ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 4-ാമത്തെ ചിത്രമാണ് തെലുങ്കിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് മലയാളം ഡബ്ബ് പതിപ്പായി തിയേറ്ററുകളിലെത്തിയ ചിരഞ്ജീവി നായകനായ ഏയ് ഹീറോ. യാതൊരുവിധ മുൻവിധികളുമില്ലാതെ തിയേറ്ററുകളിലെത്തി ഒരു തെലുങ്ക് ഡബ്ബിംഗ് ചിത്രം കേരളക്കരയിൽ വൻ വിജയം കൈവരിക്കുന്ന കാഴ്ചയാണ് 94 നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. ചിരഞ്ജീവി ഓൾറൗണ്ട് പെർഫോമൻസ് കാഴ്ചവെച്ച ഈ ചിത്രത്തിൽ നഗ്മയും വാണി വിശ്വനാഥുമായിരുന്നു നായികമാരായി എത്തിയത്. അക്കാലത്തെ തെലുങ്കിലെ പ്രശസ്ത സംവിധായകൻ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഈ ചിത്രം 10 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. ഏയ് ഹീറോ തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് 100 ദിവസം പ്രദർശിപ്പിച്ച് വമ്പൻ വിജയം കൈവരിച്ചത്.
രജനീകാന്തിന്റെ തമിഴ് ചിത്രമായ മന്നൻ എന്ന ചിത്രത്തിന്റെ റീമേക്കായി പുറത്തിറങ്ങിയ ഏയ് ഹീറോ മരകതമണിയുടെ മനോഹരമായ സംഗീതത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു. 94-ൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ നമ്പർ 3 സുരേഷ് ഗോപി നായകനായി എത്തിയ കമ്മീഷണർ. ഏപ്രിൽ 14-ന് തിയേറ്ററുകളിലെത്തിയ ഈ ആക്ഷൻ എന്റർടൈനർ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രഞ്ജി പണിക്കറിന്റെ തിരക്കഥയിലൊരുങ്ങിയ ചിത്രമായിരുന്നു. 20 സെന്ററിലായിരുന്നു കമ്മീഷണർ റിലീസ് ചെയ്തത്. 94-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ 2ാം സ്ഥാനം കൈവരിച്ച കമ്മീഷണർ അക്കാലത്ത് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആയിരുന്നു നേടിയത്. 2 സെന്ററിൽ റെഗുലർ ഷോയിലും 2 സെന്ററിൽ നൂൺ ഷോയുമായി 100 ദിവസം പൂർത്തിയാക്കിയ കമ്മീഷണർ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് 112 ദിവസമായിരുന്നു. തിരുവനന്തപുരം ധന്യാലിമയ കോംപ്ലക്സിലായിരുന്നു കമ്മീഷണർ 112 ദിവസം പ്രദർശിപ്പിച്ചത്. 94-ൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ 2ാം സ്ഥാനം കൈവരിച്ച ചിത്രമാണ് സിദ്ദിഖ് ലാലിന്റെ കാബൂളിവാല. ജഗതിയും ഇന്നസെന്റും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു റൊമാൻറ്റിക് എന്റർടൈനർ ആയിരുന്നു. 94-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ചിത്രമായി മാറിയ കാബൂളിവാല അക്കാലത്ത് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആയിരുന്നു നേടിയിരുന്നത്. മാർച്ച് 25-ന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം തിരുവനന്തപുരം ശ്രീവിശാഖയിൽ റെഗുലർ ഷോയിലും മറ്റ് 4 സെന്ററുകളിൽ നൂൺ ഷോയിലും 100 ദിവസം പ്രദർശിപ്പിച്ച കാബൂളിവാല ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് തൃശൂർ രാംദാസ് തിയേറ്ററിലായിരുന്നു. അവിടെ 120 ദിവസമാണ് കാബൂളിവാല പ്രദർശിപ്പിച്ചത്. 1994-ൽ റിലീസ് സെന്ററുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു മോഹൻലാലിന്റെ തേന്മാവിൻ കൊമ്പത്ത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം 94-ൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആയിരുന്നു നേടിയിരുന്നത്. 25 സെന്ററുകളിലാണ് തേന്മാവിൻ കൊമ്പത്ത് റിലീസ് ചെയ്തത്. 8 സെന്ററുകളിൽ 100 ദിവസം പിന്നിട്ട ഈ ചിത്രം 4 സെന്ററുകളിൽ റെഗുലർ ഷോയിലാണ് 100 ദിവസം പ്രദർശിപ്പിച്ചത്. റിലീസ് സെന്ററുകളിൽ തേന്മാവിൻ കൊമ്പത്ത് 150 ദിവസമാണ് തുടർച്ചയായി പ്രദർശിപ്പിച്ചത്. എറണാകുളം ഷേണായിസിലാണ് ഈ ചിത്രം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 94-ൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 10 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങളിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ, 2 ചിത്രങ്ങളിൽ മോഹൻലാലും 1 ചിത്രത്തിൽ സുരേഷ് ഗോപിയും അഭിനയിച്ചു. ഇതിൽ തേന്മാവിൻ കൊമ്പത്ത്, കാബൂളിവാല, കമ്മീഷണർ എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ ഏയ് ഹീറോ, മലപ്പുറം ഹാജി, മഹാരാജ് ജോജി എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. കിന്നരി പുഴയോരം, മിന്നാരം, സൈന്യം, സാഗരം സാക്ഷി എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ സുഹൃതം ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ഇത്രയുമാണ് 94-ൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 10 ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ.